Hi friends, how are you? I hope all are doing well. I am all right. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു, ശരിയല്ലേ? Today we are going to learn a new lesson. ഇന്ന് നമ്മൾ പുതിയൊരു പാഠം പഠിക്കാൻ പോകുന്നു. Name of the chapter is The Great Adventure. The Great Adventure. Great Adventure എന്നാൽ എന്താണ്? വലിയ സാഹസികത. പാഠത്തിൻ്റെ പേര് വലിയ സാഹസികത എന്നാണ്. Are you ready to learn it? Yes. നിങ്ങൾ അത് പഠിക്കാൻ തയ്യാറാണോ? Do you know the meaning of great adventure? വലിയ സാഹസികതയുടെ അർത്ഥം നിങ്ങൾക്കറിയാമോ? Do you like adventure? നിങ്ങൾക്ക് സാഹസികത ഇഷ്ടമാണോ? Do you like to climb tree for picking some fruits? Climb എന്നാൽ എന്താണ്? Climb കയറുക. Climb കയറുക. നിങ്ങൾക്കിഷ്ടപ്പെട്ട പഴങ്ങൾ കാണുമ്പോൾ പറിക്കാൻ മരത്തിൽ കയറാറുണ്ടോ? Do you like to swim in the river or pool? Swim എന്നാൽ എന്താണ്? നീന്തുക. നിങ്ങൾക്കിഷ്ടപ്പെട്ട ചെറിയ പുഴയിലോ നീന്തൽക്കുളത്തിലോ നീന്താൻ തോന്നാറുണ്ടോ? ഇതെല്ലാമാണ് സാഹസികത, adventure. But today we are going to discuss about two wonderful personalities. They fulfill their dreams with extraordinary talent. Wonderful എന്നാൽ എന്താണ് അർത്ഥം? അത്ഭുതകരമായ, അസാധാരണമായ. പേഴ്സണാലിറ്റീസ് എന്നാൽ എന്താണ് അർത്ഥം? വ്യക്തിത്വങ്ങൾ. ടാലൻസ് എന്നാൽ അർത്ഥം എന്താണ് കൂട്ടുകാരെ? കഴിവ്. എന്നാൽ ഇന്ന് നമ്മൾ അസാധാരണക്കാരായ രണ്ട് വ്യക്തിത്വങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അവർ അവരുടെ സ്വപ്നങ്ങളെ അസാധാരണമാംവിധം നിറവേറ്റിയവരാണ്. Do you know who is this? ഇതാരാണെന്ന് നിങ്ങൾക്കറിയാമോ? I will give you a clue. It's a scientist. സയൻറ്റിസ്റ്റ് എന്നാൽ എന്താണെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? സയൻറ്റിസ്റ്റ് ശാസ്ത്രജ്ഞൻ. ഞാൻ നിങ്ങൾക്ക് ഒരു സൂചന തരാം. ഇതൊരു ശാസ്ത്രജ്ഞനാണ്. You can see in the picture that he is a differently abled person. Differently abled എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? ഭിന്നശേഷിക്കാരനായ ആൾ എന്നാണ് അർത്ഥമാക്കുന്നത്. ഈ ചിത്രത്തിൽ നിങ്ങൾ കണ്ടില്ലേ, അദ്ദേഹം ഒരു ഭിന്നശേഷിക്കാരനാണ്. You can see in the picture that he is a differently abled person.
ഹീ ഈസ് സിറ്റിംഗ് ഓൺ എ വീൽ ചെയർ. അദ്ദേഹം ഒരു വീൽ ചെയറിൽ ഇരിക്കുകയാണ്. എനിബഡി ക്യാൻ ഐഡൻറ്റിഫൈ ഹിം? ആർക്കെങ്കിലും അദ്ദേഹത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞോ? ഡു യു എവർ സീ ഹിം ഇൻ ടെലിവിഷൻ ഓർ സയൻസ് മാഗസിൻസ്? നിങ്ങൾ എപ്പോഴെങ്കിലും അദ്ദേഹത്തെ ടി വിയിലോ സയൻസ് മാഗസിനിലോ കണ്ടിട്ടുണ്ടോ? I will tell you about him. Stephen William Hawking is a great physicist. I will tell you about him. Stephen William Hawking is a great physicist. ഫിസിസിസ്റ്റ് എന്നാൽ എന്താണെന്ന് കൂട്ടുകാർക്കറിയാവോ? ഫിസിസിസ്റ്റ് മീൻസ് ഭൗതിക ശാസ്ത്രജ്ഞൻ എന്നാണ്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറയാം. അദ്ദേഹം ഒരു വലിയ ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്നു. I will tell you about him. Stephen William Hawking is a great physicist. He had written several popular സയൻസ് ബുക്ക്. സെവറൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. സെവറൽ ഒരുപാട്, നിരവധി. അതുപോലെ പോപ്പുലർ എന്നാൽ എന്താണ് കൂട്ടുകാരെ? പ്രശസ്തമായ എന്നൊക്കെയാണ് പോപ്പുലറിൻ്റെ അർത്ഥം. നിരവധി പ്രശസ്ത ശാസ്ത്ര പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഡിഡ് യു ഹിയർ അബൌട്ട് ബ്ലാക്ക് ഹോൾസ്? ബ്ലാക്ക് ഹോൾസ് എന്നാൽ എന്താണ്? താമോദ്വാരങ്ങൾ. നിങ്ങൾ താമോദ്വാരങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? സ്റ്റീഫൻ വില്യം ഹോക്കിങ്സ് വാസ് ആൻ ആസ്ട്രോണമിസ്റ്റ്. ആസ്ട്രോണമിസ്റ്റ് എന്നാൽ എന്താണ്? ഈ വേർഡ് കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ? ടീച്ചർ ഇതിൻ്റെ അർത്ഥം പറയാം. ജ്യോതിശാസ്ത്രജ്ഞൻ എന്നാണ് ആസ്ട്രോണമിസ്റ്റിൻ്റെ അർത്ഥം. ലോകത്തെ ഏറ്റവും പ്രതിഭാധനനായ ജ്യോതിശാസ്ത്രജ്ഞനായിട്ടാണ് ശാസ്ത്രലോകം അദ്ദേഹത്തെ കാണുന്നത്. ഹീ സ്റ്റഡീഡ് അബൌട്ട് ബ്ലാക്ക് ഹോൾസ് ഇൻ സ്പേസ്. സ്പേസ് എന്നാൽ എന്താണ്? സ്പേസ് മീൻസ് ശൂന്യാകാശം. താമോദാരങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് അദ്ദേഹത്തെ ലോകപ്രശസ്തനാക്കിയത്. ഡിഡ് ഹി ബോൺ വിത്ത് ഡിസബിലിറ്റി? ഇദ്ദേഹം ജനിച്ചപ്പോഴേ ഭിന്നശേഷിക്കാരനാണോ? നോ, അല്ല. അറ്റ് ദ ഏജ് ഓഫ് 21 while studying at Cambridge, he was diagnosed with serious disease. Diagnosed എന്നാൽ എന്താണ് കൂട്ടുകാരെ അർത്ഥം? കണ്ടെത്തിയത്. ഡിസീസ് എന്ന് പറഞ്ഞാലോ രോഗം. 21ാമത്തെ വയസ്സിലാണ് അദ്ദേഹം കാംബ്രിഡ്ജിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന് ഗുരുതരമായ രോഗം കണ്ടെത്തിയത്. അറ്റ് ദ ഏജ് ഓഫ് 21 while studying at Cambridge, he was diagnosed with serious disease. Gradually, he became entirely paralyzed and his life got confined to a wheelchair. Gradually, ക്രമേണ എന്നാണ് അർത്ഥം. എൻറ്റയർലി എന്ന് പറഞ്ഞാലോ പൂർണ്ണമായും. പാരലൈസ്ഡ് മീൻസ് തളർന്നു പോയി. കൺഫൈൻഡ് എന്ന വാക്കിൻ്റെ അർത്ഥം ചുരുങ്ങി, ഒതുങ്ങി എന്നൊക്കെയാണ്.
ക്രമേണ അദ്ദേഹം പൂർണ്ണമായും തളർന്നുപോയി. അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു വീൽ ചെയറിൽ ഒതുങ്ങി. ഡെസ്പൈറ്റ് ഹിസ് ഇൽനെസ് he has done groundbreaking work in physics and astronomy. Despite ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്നാണ് അർത്ഥം. ഗ്രൗണ്ട് ബ്രേക്കിംഗ് എന്ന വാക്കിൻ്റെ അർത്ഥം കൂട്ടുകാർക്ക് അറിയാമോ? ഗ്രൗണ്ട് ബ്രേക്കിംഗ് മീൻസ് തകർപ്പൻ. ആസ്ട്രോണമി, ആസ്ട്രോണമിയുടെ അർത്ഥം ജ്യോതിശാസ്ത്രം. ഇങ്ങനെയൊക്കെ ആയിട്ടും ഭൗതികശാസ്ത്രത്തിലും ജ്യോതിശാസ്ത്രത്തിലും തകർപ്പൻ പ്രകടനം അദ്ദേഹം നടത്തി. ഡെസ്പൈറ്റ് ഹിസ് ഇൽനെസ് he was done groundbreaking work in physics and astronomy. His life gives us a lesson. If you have a will, nothing can destroy you. Destroy എന്നാൽ എന്താണ് കൂട്ടുകാരെ അർത്ഥം? തോൽപ്പിക്കുക, നശിപ്പിക്കുക എന്നൊക്കെയാണ് ഡിസ്ട്രോയുടെ അർത്ഥം. ഹോക്കിൻസിൻ്റെ ജീവിതം നമുക്ക് ഒരു പാഠം നൽകുന്നു. നിങ്ങൾക്ക് ഒരു ശക്തിയുണ്ടെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ യാതൊന്നിനും കഴിയില്ല. ഹിസ് ലൈഫ് ഗിവ് us a lesson. If you have a will, nothing can destroy you. I would like to show you another picture. ഞാനിന്ന് നിങ്ങൾക്ക് ഒരു പുതിയ ചിത്രം കാണിക്കാൻ പോകുകയാണ്. Can you guess what will be the picture? നിങ്ങൾക്ക് ഊഹിക്കാമോ എന്തായിരിക്കും ആ ചിത്രമെന്ന്? Just try. ഒന്ന് ശ്രമിക്കൂ. Is it a film star? Hey, no, it's not a film star. ഒരു സിനിമാ നടിയാണോ? നോ, സിനിമാ നടിയല്ല. അല്ലേ? Is it a poet? Hey, no, it's not a poet. Anyway, I will show you the picture. ഏതായാലും ഞാൻ ആ ചിത്രം നിങ്ങളെ കാണിക്കാം. റെഡി അല്ലേ കൂട്ടുകാരെ? ഡു യു നോ ഹു ഈസ് ദിസ്? ഇതാരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഐ വിൽ ഗിവ് യു എ ക്ലൂ. ഇറ്റ്സ് എ സിംഗർ. ഞാൻ നിങ്ങൾക്ക് ഒരു സൂചന തരാം. ഇതൊരു പാട്ടുകാരിയാണ്. യു ക്യാൻ സീ ഇൻ ദ പിക്ചർ. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ലേ? ദാറ്റ് ഷീ ഈസ് എ ഡിഫറെൻ്റ്ലി ഏബിൾഡ് വുമൺ. ഇവർ ഒരു ഭിന്നശേഷിയുള്ള വ്യക്തിയാണ്. എനിബഡി ക്യാൻ ഐഡൻറ്റിഫൈ ഹിം? ആർക്കെങ്കിലും ഇവരെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? ഡു യു എവർ സീ ഹർ ഇൻ ടെലിവിഷൻ ഓർ യൂട്യൂബ്? നിങ്ങൾ എപ്പോഴെങ്കിലും ടി വിയിലോ യൂട്യൂബിലോ ഇവരെ കണ്ടിട്ടുണ്ടോ? ഓക്കെ സ്റ്റുഡൻസ്, I will tell you something about വൈക്കം വിജയലക്ഷ്മി. ഞാൻ ഇവരെക്കുറിച്ച്
പറയാം. വൈക്കം വിജയലക്ഷ്മി ഈസ് എ ഗ്രേറ്റ് പ്ലേബാക്ക് സിംഗർ. ഇവരൊരു വലിയ പാട്ടുകാരിയാണ്. ഡു യു ലൈക്ക് മ്യൂസിക്? യെസ്. നിങ്ങൾക്ക് സംഗീതം ഇഷ്ടമാണോ? ആർക്കൊക്കെയാണ് പാട്ട് ഇഷ്ടമുള്ളത്? വിച്ച് മ്യൂസിക് യു ലൈക്ക് മോസ്റ്റ്? ഏത് സംഗീതമാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? വിജയലക്ഷ്മി ഈസ് എ മലയാളി. ഹെർ ഹൗസ് ഈസ് അറ്റ് വൈക്കം. വൈക്കം ഈസ് ഇൻ ഔർ കോട്ടയം ഡിസ്ട്രിക്ട്. വിജയലക്ഷ്മി ഒരു മലയാളിയാണ്. അവരുടെ വീട് വൈക്കത്താണ്. വൈക്കം കോട്ടയം ജില്ലയിലാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഷീ ഈസ് ബ്ലൈൻഡ് ബൈ ബർത്ത്. അൺഫോർച്ചുനേറ്റ്ലി എന്നാൽ എന്താണ് കൂട്ടുകാരെ? നിങ്ങൾക്കറിയാമോ? അൺഫോർച്ചുനേറ്റ്ലി മീൻസ് നിർഭാഗ്യവശാൽ. നിർഭാഗ്യവശാൽ അവർ ജന്മന കാഴ്ചപരിമിതിയുള്ള വ്യക്തിയായിരുന്നു. ബട്ട് ഷീ ഹാസ് യുണീക്ക് വോയിസ് ആൻഡ് ഹെർ ബെസ്റ്റ് സോങ് നെയിംഡ് കാറ്റേ കാറ്റേ, സോങ് ബൈ ഹെർ ഇൻ ദ മലയാളം മൂവി സെല്ലുലോയിഡ് വോൺ ഗ്രേറ്റ് അപ്രീസിയേഷൻ. എന്നാൽ അതുല്യ ശബ്ദത്തിനുടമയായിരുന്നു വൈക്കം വിജയലക്ഷ്മി. മികച്ച പാട്ടായ കാറ്റേ കാറ്റേ മലയാളം സിനിമയായ സെല്ലുലോയിഡിൽ മികച്ച അഭിനന്ദനം നേടി. ക്യാൻ യു സിംഗ് ദാറ്റ് സോങ്? നിങ്ങൾക്ക് ആ പാട്ട് പാടാൻ കഴിയുമോ? Although she is blind, she show extraordinary talent and easily identify the raga. കാഴ്ചപരിമിതിയുള്ളവളായിരുന്നിട്ടും അസാധാരണ കഴിവുകൾ കാണിക്കുകയും രാഗങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ബട്ട് ഷീ ഡിഡ് നോട്ട് ഗെറ്റ് എനി ഫോർമൽ ട്രെയിനിങ് ഇൻ മ്യൂസിക്. പക്ഷേ സംഗീതത്തിൽ പ്രത്യേക പരിശീലനം ഒന്നും ലഭിച്ചിരുന്നില്ല. ഷീ ഈസ് ഓൾസോ ആൻ എക്സ്പേർട്ട് ഇൻ പ്ലേയിങ് ഗായത്രി വീണ. ഗായത്രി വീണയിൽ അവൾ വിദഗ്ധയായിരുന്നു. എക്സ്പേർട്ട് എന്നാൽ എന്താണ്? വിദഗ്ധൻ എന്നൊക്കെയാണ് എക്സ്പേർട്ടിൻ്റെ അർത്ഥം. ഷീ ഈസ് ഓൾസോ ആൻ എക്സ്പേർട്ട് ഇൻ പ്ലേയിങ് ഗായത്രി വീണ. ഷീ ഹാസ് പെർഫോംഡ് മോർ ദാൻ 400 venues across ഇന്ത്യ. പെർഫോംഡ് എന്നാൽ എന്താണ് കൂട്ടുകാരെ അർത്ഥം? നിർവഹിച്ചു. ഷീ ഹാസ് പെർഫോംഡ് മോർ ദാൻ 400 venues across ഇന്ത്യ. ഇവർ ഇന്ത്യയിലെ 400-ലധികം വേദികളിൽ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഹെർ ലൈഫ് ഗിവ് us a lesson. If you have a will, nothing can destroy you. അവളുടെ ജീവിതം നമുക്കൊരു പാഠമാണ്. നിങ്ങൾക്കൊരു ശക്തിയുണ്ടെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ഒന്നിനും കഴിയില്ല. Now we can go through some activities. Activity 1. Match the following. Identify the persons and their profession. There are some well-known persons given below named Vaikom Vijayalakshmi, Usain Bolt, Stephen Hawking, Rabindranath Tagore and Indira Gandhi. Activity 2. Write down the profile of Kamala Suraya by using the hints given below. Hints: born on 31st March 1934. Pen name Madhavi Kutti. Occupation: poet, novelist, short story writer. Nationality:
Indian. Resting place, Palayam Juma Masjid, Thiruvananthapuram, India. Died on 31st May 2009. Aged at 75. Place of death, Pune, Maharashtra. കൂട്ടുകാരെ, നമുക്കിനി ഒരു കൊച്ചു കഥ കേട്ടാലോ? കഥയുടെ പേരെന്താണ്? ദ ഗ്രേറ്റ് അഡ്വഞ്ചർ. ദ ഗ്രേറ്റ് അഡ്വഞ്ചർ എന്നാൽ എന്താണ്? ഒരു വലിയ സാഹസികത. എന്താണ് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ എന്നാണ് കഥയുടെ പേര്. ടോട്ടോച്ചാൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി തൻ്റെ ഭിന്നശേഷിയുള്ള ഒരു സുഹൃത്തിനെ മരം കയറാൻ വേണ്ടി സഹായിക്കുന്ന കഥയാണിത്. നമുക്ക് കഥ എന്താണെന്ന് നോക്കിയാലോ? ദ സ്റ്റുഡൻസ് അറ്റ് ടോമോ ഈച്ച് ഹാഡ് എ ട്രീ ഇൻ ദ സ്കൂൾ ഗ്രൗണ്ട്. ടോമോയിലെ ഓരോ കുട്ടിക്കും സ്കൂൾ ഗ്രൗണ്ടിൽ ഒരു മരം വീതം ഉണ്ടായിരുന്നു. The students at Tomo each had a tree in the school ground. They considered it as their own climbing tree. അവർ ഓരോരുത്തരും അതിനെ സ്വന്തം കയറാനുള്ള മരമാക്കി കണക്കാക്കി. They considered it as their own climbing tree. Toto-chan's tree stood on the edge of the school ground near the fence. Stood എന്നാൽ എന്താണ്? Stood നിൽക്കുക. ഫെൻസ് എന്നാലോ? ഫെൻസ് വേലി. Toto-chan's tree stood on the edge of the school ground near the fence. It was a large tree and slippery to climb, but if you climbed in skillfully, you could get to a fork about 6 feet from the ground. എന്താണ് സ്ലിപ്പറി? തെന്നുക. സ്ലിപ്പറി എന്നാൽ എന്താണ് കൂട്ടുകാരെ? തെന്നുക. ഇറ്റ് വാസ് എ ലാർജ് ട്രീ ആൻഡ് സ്ലിപ്പറി ടു ക്ലൈംബ്. അത് വലിയൊരു മരമായിരുന്നു, എന്നാൽ കയറുമ്പോൾ തെന്നുകയും ചെയ്യുമായിരുന്നു. ബട്ട് ഇഫ് യു ക്ലൈംബ്ഡ് ഇറ്റ് സ്കിൽഫുള്ളി. സ്കിൽഫുള്ളി എന്നാൽ എന്താണ്? ഉന്മേഷത്തോടെ, ഉഷാറോടെ എന്നാണ് കൂട്ടുകാരെ. പക്ഷേ നീ ഉഷാറായി കയറുകയാണെങ്കിൽ യു കുഡ് ഗെറ്റ് ടു എ ഫോർക്ക് അബൌട്ട് 6 feet ഫ്രം ദ ഗ്രൗണ്ട്. ഫോർക്ക് എന്നാൽ കൊമ്പ് എന്നാണ് അർത്ഥം. 6 feet എന്നാൽ എന്താണ്? 6 feet എന്നാൽ 6 അടി എന്നാണ്. യു could get it to a fork about 6 feet from the ground. നിനക്ക് നിലത്ത് നിന്നും 6 അടി ഉയരത്തിൽ ഒരു കൊമ്പ് എത്തിക്കാൻ കഴിയും. ഇറ്റ് വാസ് എ ലാർജ് ട്രീ ആൻഡ് സ്ലിപ്പറി ടു ക്ലൈംബ്, ബട്ട് ഇഫ് യു ക്ലൈംബ്ഡ് ഇറ്റ് skillfully, you could get to a fork about 6 feet from the ground. The fork was as comfortable as a hammock. കംഫർട്ടബിൾ എന്നാൽ സുഖകരം എന്നാണ് അർത്ഥം. ഹാമോക്ക് എന്നാലോ ഊഞ്ഞാൽ. ഊഞ്ഞാൽ എന്നാണ് അർത്ഥം. The fork was as comfortable as a hammock. ആ കൊമ്പ് ഒരു ഊഞ്ഞാൽ പോലെ സുഖകരമായിരുന്നു, അവിടെ കിടക്കാൻ പറ്റുന്നതുപോലെ. ടോട്ടോച്ചാൻ യൂസ്ഡ് ടു ക്ലൈംബ് during recess and after school. Recess ഒഴിവു സമയം. ടോട്ടോച്ചാൻ യൂസ്ഡ് ടു ക്ലൈംബ് during recess and after school. ടോട്ടോച്ചാൻ സ്കൂൾ വിട്ട ശേഷം ഒഴിവു സമയങ്ങളിൽ അവിടെ കയറുന്നത് പതിവായിരുന്നു. The fork was a comfortable as a hammock. Toto-chan used to climb there during recess and after school. She would sit on the fork and look into the distance or at the sky or watch the people pass by. Look എന്നാൽ എന്താണ് കൂട്ടുകാരെ? നോക്കുക.
ഡിസ്റ്റൻസ് എന്നാലോ ദൂരേക്ക്. വാച്ച് എന്നാൽ വീക്ഷിക്കുക. ഷീ വുഡ് സിറ്റ് ഓൺ ദ ഫോഗ് ആൻഡ് ലുക്ക് ഇൻ ടു ദ ഡിസ്റ്റൻസ് ഓർ അറ്റ് ദ സ്കൈ ഓർ വാച്ച് ദ പീപ്പിൾ പാസ് ബൈ. അവൾ അവിടെ കൊമ്പിൽ കയറിയിരിക്കുകയും അങ്ങ് ദൂരത്തേക്ക് വീക്ഷിക്കുകയും ആകാശത്തേക്ക് നോക്കുകയും അതുവഴി നടന്നു പോകുന്ന ആളുകളെ എല്ലാം നോക്കുകയും വീക്ഷിക്കുകയും ചെയ്യുമായിരുന്നു. പാസ് ബൈ എന്നാൽ നടന്നു പോകുന്ന. She would sit on the fog and look into the distance or at the sky or watch the people pass by. The children considered their trees their own private property. The children considered their trees their own private property. എന്താണ് കൺസിഡേർഡ്? പരിഗണിക്കുക എന്നാണ് അർത്ഥം. പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നാലോ സ്വകാര്യ സ്വത്ത് എന്നാണ്. കുട്ടികളെല്ലാം അവരുടെ മരങ്ങളെ അവരുടെ സ്വന്തം സ്വകാര്യ സ്വത്താണെന്ന് മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇഫ് യു വാണ്ടഡ് ടു ക്ലൈംബ് സംവൺസ് ട്രീ യു ഹാഡ് ടു സീക്ക് ദർ പെർമിഷൻ വെരി പൊളൈറ്റ്ലി. സംവൺ എന്നാൽ എന്താണ്? ആരുടെയെങ്കിലും. പെർമിഷൻ എന്നാലോ അനുവാദം. വെരി പൊളൈറ്റ്ലി എന്നാൽ എന്താണ്? വളരെ ബഹുമാനത്തോടെ. ഇഫ് യു വാണ്ടഡ് ടു ക്ലൈംബ് സംവൺസ് ട്രീ യു ഹാഡ് ടു സീക്ക് ദ പെർമിഷൻ വെരി പൊളൈറ്റ്ലി. നിങ്ങൾക്ക് ആരുടെയെങ്കിലും മരത്തിൽ കയറണമെങ്കിൽ നിങ്ങൾ അവരോട് വളരെ ബഹുമാനത്തോടെ അനുവാദം ചോദിക്കേണ്ടതായിട്ടുണ്ട്. സെയിങ് എക്സ്ക്യൂസ് മീ, മേ ഐ കം ഇൻ, ഇങ്ങനെ പറയുന്നത് ഇപ്രകാരമാണ്: ക്ഷമയോടെ ഞാൻ അകത്തേക്ക് വന്നോട്ടെ എന്ന രീതിയിലാവണം. ഹോപ്പ് യു ഓൾ ലൈക്ക് ദ സ്റ്റോറി വെരി മച്ച്. എല്ലാവർക്കും ഈ കഥ ഇഷ്ടമായി എന്ന് കരുതുന്നു. നൗ ലെറ്റ്സ് ഡു സം ആക്ടിവിറ്റീസ്. ഇപ്പോൾ കുറച്ച് പ്രവർത്തനങ്ങൾ ചെയ്താലോ? ആർ യു റെഡി? ഓക്കേ. Activity 3. Look at this picture and complete the sentences. Example: there are 5 trees on the playground. Likewise, complete the sentences given below. The students were dash dash dash. One boy is dash dash dash. A girl is swinging dash dash dash. There are 8 children dash dash dash.